ആയിട്ട് മോശമായിട്ട് പോകുന്ന ഒരു എലമെന്റ്സ് നല്ലൊരു സിനിമയായിരിക്കും. ഇപ്പൊ ഇതിൽ ഒരു ബാങ്ക് കവർച്ച ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ ടീസർ ട്രെയിലറിൽ നിന്ന് ഓൾറെഡി മനസ്സിലായ കാര്യമാണല്ലോ. പക്ഷെ അതല്ല ഈ സിനിമയുടെ വിഷയം. ആ ബാങ്ക് മോഷണമല്ല ഈ സിനിമയുടെ വിഷയം എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഈ സിനിമയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കൊരു ഒരു ഒരു കാറ്റലിസ്റ്റ് ആണ്. അതല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ മാത്രം സാധിക്കുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകുന്ന കുറെ സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ് ഈ രാജീവൻ എന്ന് പറയുന്ന ആളുടെ ലൈഫും മീരയുടെ ലൈഫിനെയൊക്കെ മാറ്റിമറിക്കുന്നത്. അപ്പൊ ഇതിനെ ഒരു മുഴുനീള ഒരു ഹൈസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ മണി ഹൈസ്റ്റ് എന്ന് പറയുന്ന സീരീസ്, അത് ഇസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ഹൈസ്റ്റ് ബേസ്ഡ്. ഇതങ്ങനല്ല. ഇതൊരു എഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ജോണറുകൾ ഉള്ള ഒരു സിനിമയാണ്. അതിലൊന്ന് മാത്രമാണ് ഈ പറയുന്ന റോബറി അല്ലെങ്കിൽ ബാങ്ക് കവർച്ച എന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയുണ്ട്, കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ട് എനിക്ക്. ഞാനിപ്പോ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നായിരിക്കും. ഓടി നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ എന്ത് പറയും? ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു? ഹാരിസ് പറയും ഇവിടെ ഇല്ല, ഓക്കെ സോറി. പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇപ്പൊ ഒരു രാഹുലും ടീമും പ്രീ പ്രൊഡക്ഷൻ പറയുന്നത് ഒരു ബഹുജന ജനറിക് ഗ്രൂപ്പ് ഒന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വലിയ വ്യത്യാസം ആൾക്കാർ തമ്മിൽ. ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത്തരം ഒരു ക്രൗഡിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്കൊരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഐ എം മോർ കംഫർട്ടബിൾ ഐദർ അലോൺ ഓർ എൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. മേ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവനും അത്തരത്തിലൊരാളായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇവർ സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ ആകുന്നില്ല. രാജീവൻ എന്നെ പോലെയേ അല്ല. രാജീവൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞതാണ്. കാരണം നമുക്കറിയാത്ത ആൾക്കാർ, നമുക്ക് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരാൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരാണ്. പക്ഷെ നമുക്ക് അവരെ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരുപക്ഷെ അവരെ കുറിച്ച് കേൾക്കുന്നത്, അറിഞ്ഞോ ഇന്നലെ അവരുടെ വീട്ടിൽ രാത്രി ഒരു കള്ളം കയറി, അപ്പൊ അവിടുത്തെ മറ്റേ ഈ സമീപകാലത്തായിട്ട് രാജേട്ടൻ്റെ കുറേ അധികം പഴയ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലണ്ടറിലായാലും ഹീറോയിലായാലും ഇപ്പോൾ സ്വപ്നക്കിളിക്കൂട്, പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ്. ഇപ്പം ഈ ഇടത്തേറ്റ് ഞാൻ കുറേ ആയിട്ട് കണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാണാറുണ്ടോ? അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ചിലതൊക്കെ കാണാറുണ്ട്, കാണുമ്പോൾ നല്ല രസം തോന്നാറുണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തൊരു സിനിമ, ഇപ്പം എനിക്ക് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ഇപ്പം ഞാൻ പണ്ട് ചെയ്തൊരു സിനിമയുടെ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മൾ വന്നിങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ ഷൂട്ട് ചെയ്തത്, അതിൻ്റെയൊക്കെ ഓർമ്മകളാണ് വരാറുള്ളത്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോർ ഓഫൻ ദാൻ നോട്ട് ഒരു പ്ലസന്റ് മെമ്മറിയാണ്. ഇപ്പം അടുത്തിടയ്ക്ക് കുറേ കുഞ്ഞു സ്വപ്നക്കൂടിലെ കഥാപാത്രത്തിൻ്റെ കുറേ സീനുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ, അപ്പോൾ ചിലതൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് പോണ്ടിച്ചേരിയിൽ ചാക്കോച്ചനും ജയസൂര്യയും ഞാനും ജാസ്മിനും ഭാവനയും എല്ലാവരും ഒരുമിച്ച്, വിജീഷും ഒക്കെ ഒരുമിച്ച്, ഹനീഫൊക്കെ കുറേ നാൾ സ്പെൻഡ് ചെയ്ത ആ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പം അത് ഇറ്റ്സ് എ നൈസ് റിക്കോൾ, അതേ തോന്നാറുള്ളൂ. സീരിയസ്ലി. അപ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ് 22 വയസ്സുകാരൻ എങ്ങനെ അത്രയും വലിയൊരു ക്യാരക്ടർ. കാരണം അതിന് പല പ്രായങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഭയങ്കര ഒരു ക്യാരക്ടറാണത്. അതെങ്ങനെ അന്ന് ചെയ്തെടുത്തു? ഓൾസോ അതിന് ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു എന്നുണ്ടായിരുന്നു? ഓൾസോ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു അന്ന്? അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് റൈറ്റർ ഡയറക്ടർക്ക് ഉള്ളത് തന്നെയാണ്. ആ പ്രായത്തിൽ ചന്ദ്രഹാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനോ മാത്രമുള്ളൊരു മാനസിക വളർച്ച തന്നെ എനിക്ക് ഇല്ല. അപ്പോൾ ആ സംവിധായകൻ പറയുന്നത് കേട്ട് അദ്ദേഹം തരുന്ന ബ്രീഫ് പരമാവധി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണ് ഇന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ്, അതായത് എൻ്റെ ഒരു ലൈഫ് സ്കിൽസിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രോസസ് ഓഫ് റിഫൈൻമെന്റ് ആസ് എൻ ആക്ടർ. അല്ല ഞാനൊരു ആക്ടിങ് പഠിക്കുകയോ എൻ്റെ ഒരു തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ലല്ലോ.
അപ്പം അത്തരം വലിയ വലിയ സംവിധായകർക്കൊപ്പം കഴിവുറ്റ തിരക്കഥാകൃത്തുകൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് മുഖം നൽകാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ പഠനം എന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചൊരു സിനിമ കൂടിയാണ് ചക്രം. ആൻഡ് ലോഹി സാറിൻ്റെ കൂടെ ഞാൻ അടുത്ത സിനിമ, ലോഹി സാർ സംവിധാനം ചെയ്ത അടുത്ത സിനിമയിൽ അഭിനയിക്കാനിരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നു. അദ്ദേഹത്തിനോട് ഒരു സിനിമ കൂടി ചെയ്തിരുന്നെങ്കിൽ പിന്നെയും കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചേനെന്ന് ഞാൻ കരുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല.